യോസഫേ, ഇന്നലെ നിനക്ക് ഭക്ഷണം തരാത്ത നീ ഓർക്കണ്ട, ആ തരാത്തവനും കൂടെ കൊടുക്കാനുള്ളൊരു പുതിയ അഭിഷേകം, ഒരു പുതിയ വഴി ഞാൻ നിനക്ക് വേണ്ടി തുറന്നിരിക്കുക. ഇന്നലെ നിന്റെ സഹോദരന്മാര് നിന്നെ മാറ്റി നിർത്തി ഒറ്റക്കിരുന്ന് കഴിച്ചതാ. പക്ഷേ നിന്നെ പൊട്ടക്കേണ്ടി തള്ളിയിട്ടവനെ നിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി, നിന്റെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി, അവർക്ക് വിരുന്നു കൊടുക്കാൻ തക്കവണ്ണം, അവരെ ട്രീറ്റ് ചെയ്യാൻ തക്കവണ്ണം അവരെ അഭിഷേകം ചെയ്തൊരു ദൈവം ഇന്ന് രാവിലെ ദൈവസഭയോട് പറയട്ടെ. ഇന്നലകളിൽ നിങ്ങളെ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്നലകളിൽ നിങ്ങളെ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്നലകളെ നിങ്ങളെ കണ്ടിട്ട് അനേകർ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, അവരെയും കൂടെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം, അവരെയും കൂടെ ബ്ലെസ് ചെയ്യാൻ തക്കവണ്ണം ദൈവത്തിന്റെ പുതിയൊരു വഴി, ദൈവത്തിന്റെ പുതിയൊരു നന്മ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയോ. ഞാൻ എപ്പോഴും ചിന്തിക്കും, യോസഫേ, നീ ആ ദൈവഭക്തൻ, നിന്റെ പേരാ ദൈവഭക്തൻ. കാരണം ന്യായമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഇവൻ ഭക്ഷണം കൊടുക്കുന്ന ശത്രുവിനാ, അല്ലയോ? ആണോ? ഇവന്റെ വീട്ടിൽ ഇവൻ ഭക്ഷണം കൊടുക്കുന്ന ആർക്കാ? കമോൺ, ആർക്കാ? സഹോദരന്മാരാണെങ്കിലും ആരാ? ശത്രുവാ. ഇവനെ കാമീൻ കെട്ടി, കാമീൻ പൊട്ടക്കണ്ടി ഇട്ട കൂട്ടരാ. ഞാൻ ചോദിക്കട്ടെ, നമ്മളെയൊക്കെ ദൈവം ഉയർത്തി കഴിയുമ്പോൾ ശത്രുവിനെ വിളിച്ചൊരു ചോറ് കൊടുക്കാനുള്ള കൃപയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? മിത്രത്തിനില്ല, പിന്നല്ലേ ഭാഷ ശത്രുവിന് കൊടുക്കുന്നേ. സ്നേഹിക്കുന്നതിന് കൊടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ആ ശത്രുവിന് കൊടുക്കാൻ പറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, പുതിയത് കാണണമെങ്കിൽ നീ നല്ലൊരു ഭക്തനായിരിക്കണം.